ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സഹോദരങ്ങളെ, എൻ്റെ പേര് ജോർജ് കതിലക്കാട്ടിൽ നീണ്ടൂർ. ഞാനിന്ന് ഈ വീഡിയോ വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചെന്നാൽ, നാളെ നമ്മുടെ സമുദായത്തിൻ്റെ വിധി എഴുതുന്ന ദിവസമാണ്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, AD 345 ക്നായിത്തോമ്മ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അന്നൊരു കപ്പലിലായിരുന്നു. വീണ്ടും കൂനംകുരിശ് സത്യം വന്നപ്പോൾ ഇത് 2 കപ്പലായി. ഒന്ന് ജ്ഞാനായ യാക്കോവിച്ചും ഒന്ന് ജ്ഞാനായ കത്തോലിക്കും. എങ്കിലും അത് കുന്നശ്ശേരി പിതാവിൻ്റെ കാലം വരെ യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമുദായമാണ് നമ്മുടെ ജ്ഞാനായ സമുദായം. 2000-ലാണെന്ന് തോന്നുന്നു മാർ മാത്യു മൂലക്കാട് ഇവിടെ മെത്രാനായി, കോട്ടയം രൂപയുടെ മെത്രാനായി. അങ്ങനെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് നിന്നും ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കോട്ടയത്ത് കൊണ്ടുവന്നു, പോലീസ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. അവിടുന്ന് വീണ്ടും അരമനയെ കൊണ്ടുവന്നു. അതിന് തന്നെ കുറഞ്ഞത് 1 കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കണം അന്നത്തെ കാലത്ത്, എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നതിന്. പക്ഷേ എങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി കണ്ടൊരു മെത്രാനായിരുന്നു മാർ മാത്യു മൂലക്കാട്. നിർഭാഗ്യവശാൽ അങ്ങയുടെ കയ്യിൽ കുഴപ്പം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമുദായം എത്രയോ കോടികളാണ് ഇന്ന് കേസിന് വേണ്ടിയിട്ട് മുടക്കുന്നതും ഈ പ്രശ്നങ്ങളുമെല്ലാം. കുന്നശ്ശേരി പിതാവിൻ്റെ കാലം വരെ ഈ പ്രസ്ഥാനം എങ്ങനെ പൊക്കോണ്ടിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മൂലക്കാട്ട് മെത്രാൻ നമ്മുടെ രൂപതയിൽ വന്നതിന് ശേഷം ഇങ്ങേരുടെ വകയായിട്ട് ഒരു കരുവേപ്പില നമ്മുടെ രൂപതയിൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല. നമ്മുടെ രൂപതയ്ക്ക് നശീകരണം എന്നുള്ളൊരു പ്രസ്ഥാനമല്ലാതെ വേറെ യാതൊന്നും ഇങ്ങനെ നടത്തിയിട്ടില്ല. ഇപ്പം ചൂളപ്പറമ്പ് ബിഷപ്പ്, അതുപോലെ തന്നെ തറയ ബിഷപ്പ്, കുന്നശ്ശേരി പിതാവിൻ്റെ കാലത്താണ്, തറയ ബിഷപ്പിൻ്റെ കാലത്ത് ഈ കാരിതാസ് മീറ്റൊക്കെ ഇത്രയും ഡെവലപ്മെൻറ്റ് വന്നു. അതുപോലെ കുന്നശ്ശേരി പിതാവിൻ്റെ കാലത്താണ് നമുക്ക് ഇവിടെ ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ടായി, എൻജിനീയറിംഗ് കോളേജ് ഉണ്ടായി, സ്കൂളുകളുണ്ടായി, എന്തെല്ലാം ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നു. അതും കൂടാതെ അന്ന് മാർ വർക്കി വിധേയത്തിൽ ഈ സമുദായം നശിപ്പിക്കാനുള്ള സർവ്വ പരിപാടി നോക്കിയപ്പം അന്ന് കുന്നശ്ശേരി പിതാവ് വത്തിക്കാനിൽ പറഞ്ഞൊരു വാക്കാണ്, ഈ സെയംബ്ര തെനീരെ മീ ജൻ്റെ ദേന്ദ്ര മീ കൊപ്പേർക്കിയോ, അതായത് ഞാൻ എൻ്റെ ജനങ്ങളെ എൻ്റെ ചിറകിനുള്ളിൽ ഞാൻ സൂക്ഷിച്ചിരിക്കും. അതങ്ങേര് സൂക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കേസിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും നമുക്കുള്ളതല്ല. ഈ ഒരു പേപ്പർ ഇത് ഞാനൊന്ന് വായിക്കുകയാണ്, നിങ്ങൾ കേട്ടോണം. 10-ാം പീസ് മാർപ്പാപ്പ, ഇത് കുറച്ച് പേർക്ക് അറിയാം, എന്നാലും ഇത് കേൾക്കാത്തവരുണ്ട്, നിങ്ങളിത് കേട്ടോണം. വേണ്ടേ? വളരെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ പരിശുദ്ധ റോമാ സഭയിലെ ബഹുമാന്യരായ നമ്മുടെ സഹോദരങ്ങളും പൗരസ്ത്യ സഭകളിൽ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുവാനായി ചുമതലപ്പെട്ട പരിശുദ്ധ കാര്യാലയത്തിൻ്റെ ചുമതലക്കാരനുമായ കർദിനാളന്മാരോട്, ഇത് 10-ാം പീസ് മാർപ്പാപ്പ എഴുതിയ ലെറ്ററാണിത്. ഏറെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി നാം ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകൾ ഹിതകരമായ രീതിയിൽ സ്വീകരിക്കുവാനും മേൽപ്പറഞ്ഞ ദേശത്തിന് നമ്മുടെ മഹാമനസ്കതയുടെ വാഗ്ദാനപത്രം നൽകുവാനും ഞാൻ തീരുമാനിച്ചു. ഇക്കാരണത്താൽ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നാം സമാഹരിച്ച സുവ്യക്തമായ അറിവിൻ്റെയും നമ്മുടെ പൂർണ്ണമായ അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ 2 അപ്പസ്തോലിക വികാരിയത്തുകളിലെ തെക്കുംപാവരുടെ എല്ലാ ഇടവകളെയും പള്ളികളെയും വേർപെടുത്തി
അവയെ നാം കോട്ടയം എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ തെക്കുംഭാഗ ജനതയ്ക്ക് വേണ്ടി ഒരു പുതിയ അപ്പസ്തോലിക വികാരത്തായി സ്ഥാപിക്കുന്നു. ചങ്ങനാശ്ശേരി വികാരത്തിലെ കോട്ടയം, കടുത്തുരുത്തി, ഫൊറോനകളിലെ എല്ലാ പള്ളികളും കുരിശ് പള്ളികളും എറണാകുളം വികാരത്തിലെ സകല തെക്കുംഭാഗ പള്ളികളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ തിരുവെഴുത്ത് ഇപ്പോഴും ഭാവിയിലും സർവകാലവും സുദൃഢവും സാധുവും ഫലപ്രദവുമായിരിക്കണമെന്നും ഇതിൻ്റെ സമ്പൂർണവും അഖണ്ഡവുമായ ഫലങ്ങൾ കൈവരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്നും ഇതുമായി ഇന്നും ഭാവിയിലും ബന്ധപ്പെടുന്നവർ എല്ലാവരും ഈ തിരുവെഴുത്തിന് പൂർണ്ണമായ സംരക്ഷണം നൽകണമെന്നും മേൽ സൂചിപ്പിച്ചവരിൽ ആരെങ്കിലും, അവർ ആരോ ഏത് അധികാരസ്ഥാനത്തുള്ളവരോ ആയിരുന്നാലും, അവർ അറിഞ്ഞോ അറിയാതെയോ ഈ തിരുവെഴുത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നാൽ അവയൊക്കെയും അസാധുവും ശൂന്യവുമായി തീർപ്പ് കൽപ്പിക്കപ്പെടുമെന്നും നാം ഇച്ഛിക്കുകയും കൽപ്പിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. ഇതിന് വിരുദ്ധമായി നൽകപ്പെടുന്ന യാതൊരു അപ്പസ്തോലിക പ്രമാണരേഖകളും നമ്മുടെ അപ്പസ്തോലിക ഉന്നതാധികാര കോടതിയുടെ നിയമം അനുസരിച്ച് നിലനിൽക്കുന്നതല്ല. റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ സ്ഥാനത്തും നിന്നും മുക്കുവൻ്റെ മോതിരത്തിൻ്റെ മുദ്രയോടെ നമ്മുടെ വാഴ്ചയുടെ 9-ാം വർഷം 1911 ഓഗസ്റ്റ് 29 നൽകപ്പെട്ടത്. ഈ ഒരു പേപ്പർ മാത്രം കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. വേറെ ആരും ഇതിനകത്ത് വന്ന് ഇടപെടുന്നൊരു പ്രശ്നം ഇല്ല. എന്തുകൊണ്ട് മൂലക്കാട്ട് പിതാവ് ഇതിന് മുതിർന്നില്ല? ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചതാണ്. ഇന്ന് എത്രയായിരം കോടികളാണ് ഈ കേസിന് വേണ്ടിയിട്ട് കളഞ്ഞ്. കഴിഞ്ഞ വർഷം കേട്ടു നവീകരണ സമിതിയുടെ കേസിന് 1.5 കോടി രൂപ വേറെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അതെന്തുവാട്ടെ? എനിക്ക് മൂലക്കാട്ട് മെത്രാനോടും ഫാദർ മൈക്കിൾ വെട്ടിക്കാരനോടും നിങ്ങളുടെ ചിങ്കുടികളോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. AD 345 ക്നായിത്തമ്മൻ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. പക്ഷേ AD 345 ക്നാനായക്കാരുണ്ടായത് അതിന് മുമ്പേ ഉള്ളതാണ്. ഏതാണ്ട് അബ്രഹാമിൻ്റെ കാലത്തുള്ളതാണെന്നാണ് പറയുന്നത്. എത്രയോ 100-100-200 തലമുറ മുമ്പുള്ളതാണ്. അന്നിവിടെ വന്നിറങ്ങിയത് ഒരു കപ്പലിലായിരുന്നു. വീണ്ടും ആ കപ്പൽ രണ്ടാക്കി. കൂനംകുരിശ് സത്യത്തോടുകൂടി ഇത് രണ്ടായി. അങ്ങനെ ക്നാനായക്കാരും രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് ക്നാനായ യാക്കോവിറ്റ്സും ഒന്ന് ക്നാനായ കത്തോലിക്കും. ഇതും കഴിഞ്ഞ് ഈ സമുദായം യാതൊരു കുഴപ്പവുമില്ലാതെ പോയിരുന്ന ഒരു സമുദായത്തെ കൊണ്ട് മൂലക്കാട്ട് മെത്രാനാണ് ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും, മൂലക്കാട്ട് മെത്രാനോടും ഫാദർ മൈക്കിൾ വെട്ടിക്കാരനോടും നിങ്ങളുടെ അനുയായികളോടും, മുഴുവൻ വൈദികരെ ഞാൻ കുറ്റം പറഞ്ഞില്ല. വൈദികർ ഇതിനെതിർപ്പായിട്ടുള്ള ഒരുപാട് വൈദികരുണ്ട്. പക്ഷേ അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടൽ, യാതൊരു ഓളമോ തിരമാലകളോ യാതൊന്നുമില്ലാതെ ശാന്തമായിട്ട് കിടക്കുന്നൊരു കടലിൽ ഓടുന്ന ഒരു കപ്പൽ അത് മുങ്ങുകയാണെങ്കിൽ അതിന് 2-3 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്യാപ്റ്റൻ്റെ അറിവ് കുറവ്. 2, ക്യാപ്റ്റന് അത് വേണ്ട വിധത്തിൽ കൊണ്ടുപോകാനുള്ള, അത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാഴിക. 3-മത്തേത്, ക്യാപ്റ്റൻ ഇത് മനഃപൂർവ്വം മുക്കുന്നതായിരിക്കും. എന്താണേലും ഇതിൻ്റെ 3ൻ്റെയും ഈ കപ്പൽ മുക്കാനുള്ള സർവ്വസാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തത് ഈ കപ്പിത്താൻ്റെ കുഴപ്പം കൊണ്ടാണിത് വന്നിരിക്കുന്നത്. അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചല്ല, ഇൻ്റർനാഷണൽ ശിക്ഷാ നിയമം അനുസരിച്ച് ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആ കപ്പിത്താനായിരിക്കും. അപ്പോൾ ആ കപ്പിത്താൻ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി തന്നെ വരും. അതിന് യാതൊരു സംശയവുമില്ല. അതൊരു മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ പറയും. എന്നുള്ളത് ഞാൻ പിടിച്ച് ജയിലിൽ കൊണ്ടിടുന്നതല്ല. ഇതിന് ഞങ്ങൾ ക്നാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട് തന്നെ, ഇപ്പം നിങ്ങളുടെ കാര്യത്തിനൊക്കെ കുറച്ച് അടിമ വിശ്വാസികൾ നിങ്ങൾക്ക് വേണ്ടിയ കാശായ കാര്യങ്ങൾ ഇതെല്ലാം തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ
ഈ കപ്പൽ മുക്കുന്നത് ആ കപ്പിത്താൻ്റെ കഴിവ് കുറവുകൊണ്ട് കപ്പിത്താൻ മനഃപൂർവ്വം മുക്കുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ വിശ്വാസം. അതിനുള്ള തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നത്. രണ്ടാമത്തേത്, ഇവിടെ ഓർമ്മക്കൂടാരം പണിയുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോയുടെ ഞാനിപ്പോൾ വിടുന്നുണ്ട്. ഓർമ്മക്കൂടാരം പണിയുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓർമ്മക്കൂടാരം പണിയുന്നതും ഈ ഓർമ്മക്കൂടാരത്തിന് ഇനിയിപ്പം അമേരിക്കയിൽ എങ്ങാണ്ടൊക്കെ പിരിവിന് പോയിരിക്കുന്നതെന്ന് പറയും. ഓർക്കാൻ ആളില്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഓർമ്മക്കൂടാരം പണിയുന്നത്? ഓർക്കാൻ ആളില്ലല്ലോ, സമുദായം നശിക്കുകയല്ലേ. നമ്മുടെ ഇത് എവിടെ ചെന്നാലും നിങ്ങൾ ചെല്ലുന്നൊരു വാക്കാണല്ലോ ഇത്. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ പിന്മാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്നല്ലേ നമ്മുടെ സിമ്പൽ അതല്ലേ. പക്ഷേ ഇതെവിടെ? ക്നായിത്തൊമ്മനെവിടെ? ഇതെവിടെ കെടാതെ സൂക്ഷിക്കും? ആര് കെടാതെ സൂക്ഷിക്കും? ആർക്ക് വേണ്ടിയിട്ട്? ഈ സമുദായമില്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓർമ്മക്കൂടാരം പണിയുന്നത്? ആരെ ഓർത്തിരിക്കാനാണ്? സമുദായം നശിപ്പിച്ച് കളയില്ലേ? ഇതിൻ്റെ വിധി ഇപ്പം നാളെ വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഇതും കൂടാതെ 1905 മാക്കിൽ പിതാവ്, അന്ന് ചങ്ങനാശ്ശേരിയിൽ ഇന്നത്തെ SP കോളേജ്, മാക്കിൽ പിതാവിൻ്റെ അവിടുന്ന് പോകുന്നതിന് ശേഷമാണ് SP കോളേജ് ഇരുന്നത്. 1905 അവിടെ ഒരു കോളേജ് പണിയാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നുള്ള സർവ്വ പെർമിഷനും എടുത്ത് അതിനുവേണ്ടി ചെറിയ പണപ്പിരിവുകളും നടത്തി അത് നടത്താൻ വേണ്ടിയിട്ട് കോളേജ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തുടങ്ങിയപ്പം അന്ന് ഇവർ പറഞ്ഞത്, ക്നാനായക്കാരായ ഒരു ചാരംകെട്ടിയുടെ അധീനതയിൽ നമ്മൾക്കൊരു കോളേജിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇവരത് ക്യാൻസൽ ചെയ്യിച്ചു. അന്ന് അവിടെ ആ കോളേജ് വെച്ചില്ല. ഇപ്പോൾ ഈ കോളേജാണ് 10-100 വർഷമേ ആയുള്ളൂ ഇവിടെ ആയിട്ട്. അങ്ങനെ ക്നാനായക്കാരെ മനഃപൂർവ്വം അവർ വെറും പുച്ഛിച്ചിട്ടിരുന്ന ഈ ക്നാനായക്കാരുടെ മേലാണ് മൂലക്കാട്ട് മെത്രാൻ വന്ന് 2009 വീറ്റോ പവർ കൊടുത്തത്. സീറോ മലബാർ സഭയ്ക്ക് നമ്മുടെ മേൽ വീറ്റോ പവർ കൊടുത്തത്. മൂലക്കാട്ട് മെത്രാൻ തന്നെയൊന്നുമല്ല, അത് നമ്മുടെ KCC ഭാരവാഹികളൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഗതി ചെയ്തത്. അപ്പം ഇങ്ങേര് വന്നു കഴിഞ്ഞിട്ട് ഇന്ന് വരെ നമ്മുടെ സമുദായത്തിൽ എന്തെങ്കിലും നമ്മുടെ സമുദായത്തിന് അനുകൂലമായിട്ടൊരു സംഗതി ചെയ്തിട്ടുണ്ട്. ഇങ്ങേര് വന്ന് കയറി അന്ന് മുതൽ ഇവിടെ നിയമസംഗ്രഹം, ഇത് ആരുടെ ചോദിച്ചിട്ട് നിയമസംഗ്രഹം ഇത് തോന്നിവാസം എഴുതി വെക്കുന്നത്? നിയമസംഗ്രഹം എഴുതുന്നത്, നിയമസംഗ്രഹം ഉണ്ടാക്കുന്ന മെത്രാന് തോന്നിമാതിരിയൊന്നുമല്ല. അതിനുള്ള സംഘടനകളുണ്ട്, പാസ്റ്റർ കൗൺസിലുണ്ട്, അവരുമായിട്ട് ആലോചിച്ച് അതെല്ലാവരും കൂടിയ നിയമസംഗ്രഹം എഴുതേണ്ടത്. ഇത് മെത്രാന് തോന്നിയ മാത്രം അങ്ങേർക്ക് വേണ്ടി വിധത്തിൽ നിയമസംഗ്രഹം ഉണ്ടാക്കി വെച്ചു. രണ്ടാമത് അമേരിക്കയിൽ പോയി ട്രൈക്ക് പാർട്ടി അഗ്രിമെൻ്റ് ഉണ്ടാക്കിച്ചു. മൂന്നാമത് നവീകരണ സമിതിയെ കൊണ്ട് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ കേസ് കൊടുപ്പിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കുറുമാരികളും ഇവിടെ ഉണ്ടാക്കി വെച്ചത് മൂലക്കാട് മെത്രാൻ ഒരൊറ്റ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ കപ്പൽ ഒരു കുഴപ്പവുമില്ലാതെ ശാന്തമായ കടലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കപ്പൽ മുക്കുന്നത് കപ്പിത്താനാണ്. ഇതിൻ്റെ യഥാർത്ഥ കപ്പിത്താൻ എന്ന് പറയുന്നത് മാത്യു മൂലക്കാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്നു. നാളെ നമ്മുടെ ബാക്കി വിധി വരട്ടെ എന്നോർത്തുകൊണ്ട് ക്നാനായക്കാർ ജനങ്ങൾ വെറുതെ ഇത് നോക്കി നിൽക്കും എന്ന് നിങ്ങളാരും ഈ മൂലക്കാട് മെത്രാനും അതുപോലെ തന്നെ നിങ്ങളോട് ഈ സഹകരിച്ച് നിൽക്കുന്നവരും ഒന്നും ധരിക്കണ്ട. എന്നുള്ളത് ഞങ്ങൾ തല്ലാനോ പിടിക്കാനോ വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ ഒന്നുമല്ല പോകുന്നത്. ഞങ്ങളുടെ ഇടവക സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. പത്താമ്പി സുമാർ ബാപ്പ ഈ ബൂളായിൽ പറഞ്ഞിട്ടുണ്ട്, കൊലക്ക ഇയു ദീച്ചേവ കോന്തോ ഈ സ്ക്രീത്തോ uno di cosa tutte la mondo non è possibile nessuno cambiare quello che ha detto io. ലോകത്തിലൊരു ശക്തിക്കും ഞാൻ എഴുതിയ ഈ തിരുവെഴുത്ത് മാറ്റാനൊക്കത്തില്ല എന്ന് അങ്ങേര് പ്രത്യേകം ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് തന്നെയായിരിക്കും ഇനി നമ്മുടെ അടുത്ത കളി വരാൻ പോകുന്നത്. അതുകൊണ്ട് നാളത്തെ വിധി എങ്ങനെ വന്നു, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു,
സഭ ഇല്ല, ഇത് കോട്ടയം രൂപത ഇല്ലാതെ വന്നു എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മൂലക്കാട്ട് മെത്രാനോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, മര്യാദയ്ക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾക്കിത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ക്രാനായ ജനങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മൾ ഇതിൽ പരാജയപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ സിമ്പിൾ ഇതാണല്ലോ, അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അപ്പം നമുക്ക് അടുത്ത തലമുറ ഇത് ഏൽപ്പിക്കേണ്ടതാണ്. അതിന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.